അതായത് നമ്മുടെ ഈ സുഹൃത്തുക്കളിൽ പലപ്പോഴും രണ്ട് മതത്തിൽപ്പെട്ടവർ കല്യാണം കഴിക്കാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കല്യാണം കഴിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് പലപ്പോഴും സംശയത്തിൽ ഇരിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ മെത്തേഡ് എന്താണ്, എങ്ങനെയാണ് ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ, ഇവർക്ക് ആദ്യം തന്നെ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യുകയല്ല ചെയ്യുക. അതിന് മുന്നോടിയായിട്ട് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഇവർക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം ഓൺലൈനിൽ രജിസ്ട്രേഷൻ സമർപ്പിക്കണം. ഇതിനായി ചെയ്യേണ്ടത് kerala.registration.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി ആദ്യം രജിസ്റ്റർ ചെയ്യാണ്. നമ്മൾ 18 വയസ്സ് പെൺകുട്ടിക്കും 21 വയസ്സ് ആൺകുട്ടിക്കും പ്രായമാകുന്ന സമയത്താണ് നമ്മൾ ഈ രജിസ്ട്രേഷൻ സമർപ്പിക്കാൻ പോവുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിച്ചതിന് ശേഷമുള്ള 30 ദിവസം നമുക്ക് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യുന്നതിനുള്ള സമയമാണെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെ തരത്തിലുള്ള ഒബ്ജക്ഷനുകളാണ് ഫയൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് പ്രധാനമായും 3 തരത്തിലുള്ള ഒബ്ജക്ഷനുകളാണ് ആ സമയത്ത് ഫയൽ ചെയ്യാൻ പറ്റുക. അതായത് ഒന്ന്, പ്രായപൂർത്തിയാകാത്തവരാണ് ഈ പങ്കാളികൾ, അതായത് ഈ ആപ്ലിക്കൻസ് എന്ന് ഒരു ഒബ്ജക്ഷൻ വേണമെങ്കിൽ ആർക്കെങ്കിലും ഫയൽ ചെയ്യാം. അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും പ്രൊഹിബിറ്റഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പിലുള്ളത്, അതായത് ഇവര് അടുത്ത ബന്ധുക്കളാണെന്നോ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരാണെന്നോ മുതലായ രീതിയിലുള്ള ഒബ്ജക്ഷൻ നമുക്ക് ഫയൽ ചെയ്യാം. അല്ലാത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഈ ഏതെങ്കിലും ഒരു ആപ്ലിക്കന്റിന് മുൻപൊരു ഭാര്യ നിലവിലുണ്ട്, അല്ലെങ്കിൽ ലീഗലി ഡിവോഴ്സ് ആകാതെയാണ് ഇവർ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒബ്ജക്ഷൻസ് മാത്രമേ ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ജനറലി ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് വെറുതെ ആർക്കെങ്കിലും എതിർപ്പുള്ളവർക്ക് ജസ്റ്റ് പോയി പറയുക എന്നുള്ളതല്ല. ഈ തരത്തിൽ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ഒബ്ജക്ഷനുകൾ മാത്രമാണ് നമുക്ക് ഫയൽ ചെയ്യാൻ സാധിക്കുക. ഇത്തരത്തിൽ ഒബ്ജക്ഷൻ പീരീഡിന് ശേഷം 3 സാക്ഷികളുമായിട്ട് വന്നിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്ത് പോകാവുന്നതാണ്.